ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനകത്തിലെ ഒരു ഷോർട്ട് കട്ട് ഫോർമുലയാണ്. ഇതിനെ നമ്മൾ വാലീസ് ഫോർമുല എന്നാണ് അറിയപ്പെടുന്നത്. ഇത് JEE മെയിൻ കീം എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായിട്ടും അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു റിസൾട്ടാണ്. ഇത് പ്രീവിയസ് ഇയർ JEE മെയിൻ്റെയും കീമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വാലീസ് ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വാലീസ് ഫോർമുല എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 0 to π/2 sin raised to nx dx. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നിനിപ്പോൾ ഇവിടെ ഏത് നാച്ചുറൽ നമ്പർ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് ഫോർമുല വെച്ചിട്ട് അതിൻ്റെ ആൻസർ ക്വിക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? n-1 ഡബിൾ ഫാക്ടോറിയൽ ബൈ n ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു k. ഈ ഡബിൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു k വന്നിട്ടുണ്ടല്ലോ. യെസ്, ഈ kയ്ക്ക് ഇവിടെ രണ്ട് വാല്യൂസ് ഉണ്ട്. π/2 എന്ന് പറയുന്ന വാല്യൂ വരുന്നുണ്ട്, 1 എന്ന് പറയുന്ന വാല്യൂ വരുന്നുണ്ട്. ഈ π/2 എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ n ഈവൻ നമ്പർ വരുന്ന കേസിലാണ്. അതുപോലെ 1 എടുക്കേണ്ടത് n ഓഡ് വരുന്ന കേസിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നിന് ഏത് വാല്യൂ വന്നാലും നമുക്ക് ഈ ഫോർമുല വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ നിങ്ങൾ നോക്കുക, 0 to π/2 cos raised to nx dx. അതിനും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം ഫോർമുല തന്നെയാണ് ഇവിടെയും വരുന്നത്. n-1 ഡബിൾ ഫാക്ടോറിയൽ ബൈ n ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു k. അതായത് സൈൻ റൈസ് ടു nx dxൽ ഏത് ഫോർമുലയാണോ നമ്മൾ യൂസ് ചെയ്തത് അതേ ഫോർമുല തന്നെയാണ് ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, ഒരു മാറ്റവും ഇല്ല. ഇനി മൂന്നാമത്തെ നോക്കുക, ഇത് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ്. ഇവിടെ സൈൻ പവർ mxും കോസ് പവർ nxും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫോർമുല ഒന്ന് മാറും. ഇവിടെ m-1 ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു n-1 ഡബിൾ ഫാക്ടോറിയൽ ബൈ m+n ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു k എന്നാണ് ഇവിടെ വരുന്നത്. ഇവിടെയും k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, അതിനും π/2 1 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ π/2 എടുക്കേണ്ടത് എമ്മും എന്നും ഈവൻ വരുന്ന കേസിലാണ്. ഇഫ് ബോത്ത് m ആൻഡ് n ആർ ഈവൻ ദെൻ യു ക്യാൻ ടേക്ക് π/2 ആസ് k വാല്യൂ. ഓക്കെ, അതുപോലെ തന്നെ അല്ലാത്ത കേസിൽ അതർവൈസ് നമുക്ക് ഏത് വന്നാലും 1 എന്ന് പറയുന്ന വാല്യൂ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, എമ്മും എന്നും ഈവൻ വരുന്ന കേസിൽ മാത്രം നമ്മൾ kയ്ക്ക് π/2 എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക, 0 to π/2 അതായത് ഈ 0 to π/2 വരുന്ന കേസിൽ മാത്രമേ എന്താണ് ഈ വാലീസ് ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാത്ത കേസ് ഈ വാലീസ് ഫോർമുല വർക്ക് ആവത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം എന്തായിരുന്നു? ഇൻ്റഗ്രൽ 0 to π/2 സൈൻ പവർ 8x dx. ഓക്കെ, സൈൻ റൈസ് ടു 8x dx ആണ്. അപ്പോൾ ഇവിടെ ഓർക്കുക, ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്, ആണല്ലോ. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദെൻ ഈ ഫോർമുല യൂസ് ചെയ്യാം. n-1 ഡബിൾ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ 8-1 ഡബിൾ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു അവിടെ എന്താണ് ഒരു k വരുന്നുണ്ട് അല്ലേ. kയ്ക്ക് ഇവിടെ നമ്മൾ ഏത് വാല്യൂ എടുക്കണ്ടേ? ഇവിടെ നമുക്ക് π/2 എന്ന് പറയുന്ന വാല്യൂ ആണ് എടുക്കണ്ടേ, കാരണം ഇവിടെ 8 എന്ന് പറയുന്നത് എന്താണ്? ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്കിവിടെ π/2 എന്ന് പറയുന്ന വാല്യൂ എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 7 ഡബിൾ ഫാക്ടോറിയൽ ബൈ 8 ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു π/2 എന്ന് വരും. ഇനി ഇപ്പോഴാണ് ഈ ഡബിൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഡബിൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഇപ്പം നമ്മൾ പെർമ്യൂട്ടേഷനകത്തിൽ ഓൾറെഡി ഇങ്ങനെ പഠിച്ചിട്ടില്ലേ, 7 ഫാക്ടോറിയൽ എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ പെർമ്യൂട്ടേഷനിൽ പഠിച്ചിട്ടുണ്ട് സബ്ട്രാക്റ്റിംഗ് 1 ഫ്രം ഈച്ച് ഫാക്ടേഴ്സ്. അതായത് ഓരോന്നിൽ നിന്നും 1 സബ്ട്രാക്ട് ചെയ്യുക. 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1, ഇതാണ് ഫാക്ടോറിയൽ. ഇനി ഡബിൾ ഫാക്ടോറിയൽ വരുന്ന സമയത്ത് നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യുന്നതിന് പകരം 2 വെച്ച് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 7 ഇൻറ്റു നമ്മളിനി 1 അല്ല സബ്ട്രാക്ട് ചെയ്യേണ്ടത്, 2 ആണ് 7 സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 5 എന്ന് വരും. പിന്നെയും 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3 എന്ന് വരും. പിന്നെയും 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 എന്ന് വരും. 1 വരുന്നതോട് കൂടി തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തേക്കണം. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 6 ഡബിൾ ഫാക്ടോറിയൽ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 6 ഇൻറ്റു 4 ഇൻറ്റു 2. ഇനി നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യൽ 0 ആയിപ്പോവും. 2 വരുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓഡ് നമ്പറാണ് ഡബിൾ ഫാക്ടോറിയൽ എടുക്കുന്നതെങ്കിൽ അത് 1-ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അതുപോലെ ഈവൻ നമ്പറാണ് നിങ്ങൾ ഡബിൾ ഫാക്ടോറിയൽ എടുക്കുന്നതെങ്കിൽ അത് 2-ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സ്ലൈഡിനകത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് മനസ്സിലാവും. 7 ഡബിൾ ഫാക്ടോറിയലിൻ്റെ വാല്യൂ ഇവിടെ കിടപ്പുണ്ട്, 6 ഡബിൾ ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ
ഒന്ന് രണ്ട് എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. 0 ഡബിൾ ഫാക്ടോറിയലിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അതുപോലെ 1 ഡബിൾ ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 തന്നെ ആയിരിക്കും. 2 ഡബിൾ ഫാക്ടോറിയലിൻ്റെ വാല്യൂ 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും എക്സെപ്ഷണൽ കേസാണ്. ഇത് നിങ്ങളൊന്ന് കാണാതെ അറിഞ്ഞിരിക്കണം. നമ്മൾ ഓൾറെഡി പണ്ട് ഇങ്ങനെ പഠിച്ചിട്ടില്ലേ പെർമ്യൂട്ടേഷനകത്തിൽ 0 ഫാക്ടോറിയൽ 1 എന്ന് പഠിച്ചിട്ടില്ലേ, അതേപോലെ തന്നെ 0 ഡബിൾ ഫാക്ടോറിയലും 1 തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഡബിൾ ഫാക്ടോറിയൽ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാം. 7 ഡബിൾ ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെയായിരുന്നു എഴുതേണ്ടത്? 7 ഇൻറ്റു 2 വെച്ച് സബ്ട്രാക്ട് ചെയ്യുക, 5 ഇൻറ്റു പിന്നെ 2 സബ്ട്രാക്ട് ചെയ്യുക 3, 2 സബ്ട്രാക്ട് ചെയ്യുക 1 വരുമ്പോൾ നിങ്ങൾ നിർത്തിയേക്കണം. ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ എങ്ങനെ വരും? 8 ഡബിൾ ഫാക്ടോറിയൽ 8 ഇൻറ്റു 6 ഇൻറ്റു പിന്നെന്താണ് വരുന്നത്? 4 ഇൻറ്റു 2 വരുമ്പോൾ തന്നെ നിങ്ങൾ നിർത്തിയിരിക്കണം കേട്ടോ. ഇൻറ്റു ഇവിടെ ഓൾറെഡി ഒരു π/2 ഉണ്ട്, അത് വിട്ടു പോകരുത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 35π ഡിവൈഡഡ് ബൈ 256 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വാല്യൂസ് ഫോർമുല എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ ഫോർമുല അവിടെ അപ്ലൈ ചെയ്യുക. എന്നിൻ്റെ വാല്യൂ കൊടുത്തിട്ട് ഇതിങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതാണ് ഇൻ്റഗ്രൽ 0 to π/2 കോസ് റൈസ് ടു 7x dx. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെ വരുന്നത്? 7 - 1 ഡബിൾ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു കെ. അവിടെ ഒരു കെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കെയ്ക്ക് എടുക്കേണ്ട വാല്യൂ എന്താണ്? 1 ആണ് എടുക്കേണ്ടത്. കാരണം എന്താണ്? ഇവിടെ 7 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. ഓഡ് വരുന്ന കേസിൽ നമ്മൾ എപ്പോഴും 1 എടുക്കാവും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ വരുന്നത്? 6 ഡബിൾ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 ഡബിൾ ഫാക്ടോറിയൽ. അപ്പോൾ എത്ര വരുന്നത്? 2 വെച്ച് സബ്ട്രാക്ട് ചെയ്യുക, 6 ഇൻറ്റു 4 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 5 ഇൻറ്റു പിന്നെ എത്ര വരുന്നത്? 3 ഇൻറ്റു 1 എന്ന് വരത്തില്ലേ? 1. അപ്പോൾ നമുക്ക് എത്ര ഇവിടെ വരും ആൻസർ? ഇവിടെ ഇത് നമുക്ക് കട്ട് ചെയ്യാം. 15 ഡിവൈഡഡ് ബൈ അല്ലേ 35 എന്നല്ലേ വരുന്നത്? ഓക്കെ, 35 എന്ന് കിട്ടും. വളരെ ഈസിയാണ്, അത് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് ഇൻ്റഗ്രൽ 0 to π/2 സൈൻ റൈസ് ടു 4x കോസ് റൈസ് ടു 6x dx ആണ്. ഇത് കുറച്ച് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ മൂന്നാമത്തെ ഫോർമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്, അതുപോലെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, 2 ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? m-1 ഡബിൾ ഫാക്ടോറിയൽ എന്ന് പറയുമ്പം 4 - 1 ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു എന്ന് പറയുമ്പോൾ 6 ആണല്ലോ. 6 - 1 ഡബിൾ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ m+n ഡബിൾ ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇവിടെ 4 + 6 ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു കെ. ഇവിടെ ഈ കെയ്ക്ക് നമ്മൾ ഏത് വാല്യൂ എടുക്കേണ്ടത്? കെയ്ക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? π/2 എടുക്കേണ്ടത് ഏത് കേസിലാണ്? എമ്മും എന്നും ഈവൻ വരുന്ന കേസിൽ. ഈ ബോത്ത് എം ആൻഡ് എൻ ആർ ഈവൻ വി ക്യാൻ ടേക്ക് കെ ആസ് π/2. ഇവിടെ നിങ്ങൾ നോക്കിയേ 4ഉം 6ഉം ഈവൻ ആണല്ലോ. അപ്പം നമുക്കിവിടെ π/2 എന്ന് പറഞ്ഞ വാല്യൂ ആണ് എടുക്കേണ്ടത്. അല്ലാത്ത ഏത് കേസ് വന്നാലും നിങ്ങൾ 1 എടുത്തോണം കേട്ടോ. അതിപ്പം ഒരെണ്ണം എം ഇപ്പം ഈവനും എൻ ഓടാണെങ്കിൽ നിങ്ങൾ 1 എടുക്കുക. ഓക്കെ, അതുപോലെ രണ്ടും ഓടാണെങ്കിൽ എമ്മും എന്നും ഓടാണെങ്കിലും നിങ്ങൾക്ക് 1 എടുക്കാം. ഈ എമ്മും എന്നും ഈവൻ വരുന്ന കേസിൽ മാത്രം നിങ്ങൾ π/2 ചൂസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. 3 ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു അല്ലേ 4 - 1 3 ഡബിൾ ഫാക്ടോറിയൽ ഇതെത്ര വരും? 5 ഡബിൾ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു π/2. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. 3 ഇൻറ്റു 2 വെച്ച് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 ആവും. അതുപോലെ 5 ഡബിൾ ഫാക്ടോറിയൽ 5 ഇൻറ്റു 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 8 ഇൻറ്റു 6 4 2 അല്ലേ ഇൻറ്റു π/2. അപ്പോൾ ഇവിടെ 3π ഡിവൈഡഡ് ബൈ 512 എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, യെസ്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഇൻ്റഗ്രൽ 0 to π/2 സൈൻ റൈസ് ടു 6x കോസ് റൈസ് ടു 5x dx. ഓക്കെ, ഇത് ഈ രീതിയിൽ തന്നെ ചെയ്യാം. എന്താണ്? 6 - 1 ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു 5 - 1 ഡബിൾ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 + 5 ഡബിൾ ഫാക്ടോറിയൽ അല്ലേ 6 + 5 ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു കെ. ഇവിടെ ഒരു കെ ഉണ്ടല്ലോ. ഇവിടെ നിങ്ങൾ കെയ്ക്ക് വരെ എടുക്കേണ്ട വാല്യൂ 1 ആണ്. കാരണം എന്താണ്? ഇവിടെ 6 എന്ന് പറയുന്നത്
ഈവൻ നമ്പറാണ്, അതേ സ്ഥാനത്ത് 5 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഈ എമ്മും എന്നും ഈവൻ വരുന്ന കേസിൽ മാത്രം നിങ്ങൾ π/2 ചൂസ് ചെയ്താൽ മതി, അല്ലാത്ത കേസിലെല്ലാം അവിടെ 1 ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലൊക്കെ തന്നെ ചെയ്യുക. 5 ഡബിൾ ഫാക്ടോറിയൽ ഇൻറ്റു 4 ഡബിൾ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 11 ഡബിൾ ഫാക്ടോറിയൽ എന്ന് കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ വാലീസ് ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ എന്നിന് ആ വാല്യൂ ഇട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ കെയുടെ വാല്യൂ നിങ്ങൾ ഓടും ഈവനും അനുസരിച്ച്, എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂ ഓടും ഈവനും അനുസരിച്ച് നിങ്ങൾ കൊടുത്തോണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപ്ലി വാലീസ് ഫോർമുല എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ഓക്കെ, ഇനിയിപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്